السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നസീഹത്ത് 2, ആത്മഹത്യ, അതിൻ്റെ ഗൗരവം, കാരണം, പരിഹാരമാർഗങ്ങൾ, ഇത് സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഭാഗം 1. നമ്മുടെ ജീവിതം എന്നത് നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ക്ഷമിക്കുന്നതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ കാണാം. ക്ഷമ അവലംബിക്കുന്നതിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വലിയ പ്രതിഫലമുണ്ട് എന്നതും നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും പ്രയാസത്തിലകപ്പെടുമ്പോഴേക്ക്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് തകർച്ച ഉണ്ടാകുമ്പോൾ, ഉറ്റവർ നഷ്ടപ്പെടുമ്പോൾ, സ്വത്ത് നഷ്ടം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ, ക്ഷമ തീരെ അവലംബിക്കാൻ പറ്റാതെ ആത്മഹത്യയിൽ അഭയം തേടുന്ന പലരുമുണ്ട്. യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി തൻ്റെ ആത്മഹത്യ കൊണ്ട് എന്താണ് പരിഹാരം ഉണ്ടാകുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഒരു പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്യുന്നതിലൂടെ അയാളുടെ കുടുംബം അനാഥമാകുന്നുണ്ട്. അതിനപ്പുറം അയാളുടെ ജീവിതം, ശാശ്വതമായ ജീവിതം, പരലോക ജീവിതമാണല്ലോ, അത് അയാൾ നഷ്ടപ്പെടുത്തുകയാണ് എന്നൊരു ബോധം അയാൾക്കുണ്ടെങ്കിൽ ഒരു സത്യവിശ്വാസി ആത്മഹത്യക്ക് മുതിരുകയില്ല എന്നതാണ് മനസ്സിലാക്കാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ നമ്മെല്ലാവരെയും. അപ്പോൾ ആത്മഹത്യക്ക് എന്ത് തന്നെ കാരണമുണ്ടെങ്കിലും അതിന് മുതിരാതെ ക്ഷമാപൂർവ്വം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സത്യവിശ്വാസി ശ്രമിക്കേണ്ടത്. ആത്മഹത്യ എന്നത് നരകത്തിൽ ശാശ്വതമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പാപമാണ്, വൻ പാപമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹു പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് പൊറുക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് മയ്യത്ത് നിസ്കരിക്കുകയും അവർക്ക് മറ്റ് സത്യവിശ്വാസികളെ പോലുള്ള പരിഗണന നൽകുകയും വേണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. എന്നാൽ സ്വഹാബാക്കളോട് നിസ്കരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നതുകൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ലെങ്കിലും ഗൗരവതരമായിട്ടുള്ള ഒരു തെറ്റാണ് അത്. അള്ളാഹു പൊറുത്തിട്ടില്ലെങ്കിൽ അത് ശാശ്വതമായ ശിക്ഷയിലേക്ക് നയിക്കുന്ന സംഗതിയാണ്. മാത്രമല്ല, ഒരു പക്ഷേ അവസാനം ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിഷയമാണ്. അവസാനം ഈമാൻ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നരകത്തിൽ നിശ്ചിത ശിക്ഷ കഴിഞ്ഞ ശേഷം അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടേക്കാം. ആത്മഹത്യ ഒരു തെറ്റല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് ഹറാമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഈ വിശുദ്ധ ഖുർആനിൽ ആത്മഹത്യയെ സംബന്ധിച്ച്, അതിൻ്റെ നിരോധനം സംബന്ധിച്ച് വ്യക്തമാക്കുന്ന 1-2 ചെറിയ സൂക്തങ്ങൾ, ചെറിയ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സൂറത്തുൻ നിസാ 29-ാമത്തെ ആയത്തിൽ കാണാം, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ സ്വയം കൊലപ്പെടുത്തരുത്. വലാ തഖ്തുലൂ, നിങ്ങൾ കൊല്ലരുത്. അൻഫുസകും, നിങ്ങളുടെ സ്വന്തങ്ങൾ, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ സ്വയം കൊലപ്പെടുത്തരുത്, ആത്മഹത്യ ചെയ്യരുത് എന്നർത്ഥം. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, കാന ബികും റഹീമ, നിങ്ങളോട് വളരെയധികം കരുണ ഉള്ളവനാകുന്നു എന്ന്. സൂറത്തുൽ ബഖറ 195-ാമത്തെ ആയത്തിൽ കാണാം, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകതി വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ.
വലാ തുൽഖു നിങ്ങൾ ഇടരുത് ബി ഐദീക്കും നിങ്ങളുടെ കൈകളെ ഇലത്തഹ്ലുക നാശത്തിലേക്ക്, ഹലാക്കിലേക്ക്. വഹ്സിനു വഅഹ്സിനു നിങ്ങൾ നന്മ ചെയ്യുക. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു അൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരെ, മുഹ്സിനീങ്ങളെ എന്ന്. അപ്പോൾ ഇഹ്സാൻ കൽപ്പിക്കുകയാണ്. നിങ്ങൾ നാശത്തിലേക്ക് കൈകൾ ഇടരുത് എന്നതിൽ ആത്മഹത്യയും ഉൾപ്പെടും. നാശം എന്ന് പറയുന്നത് ഹദീസ് നിങ്ങൾ ചിലത് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ആരൊരുത്തൻ ഒരു പർവ്വതം, ഒരു മല, ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ചാടി ഫഖതല നഫ്സഹു എന്നിട്ട് സ്വയം മരിച്ചു എങ്കിൽ ഫഹുവ ഫീ നാരി ജഹന്നമ അവൻ ജഹന്നമിൽ നരകാഗ്നിയിലായിരിക്കും, ജഹന്നമിൻ്റെ നാറിൽ നരകത്തിലെ അഗ്നിയിലായിരിക്കും. യതറദ്ദാ ഫീഹി അതിലവൻ ചാടിക്കൊണ്ടേയിരിക്കും. ഖാലിദൻ മുഖല്ലദാ ഫീഹാ അബദ എന്നേക്കുമായി, അബദ എന്നേക്കുമാണ്, ഖാലിദ് ശാശ്വതമായിട്ട്. അപ്പോൾ എന്നേക്കുമായി എന്ന് പറയാണ്, സ്ട്രെസ് ചെയ്ത് പറയണം. അപ്പോൾ അവരിങ്ങനെ കുന്നുമെന്ന് ചാടി മരിച്ചുകൊണ്ടേയിരിക്കുന്നൊരു അവസ്ഥ. എന്നാൽ മരിക്കൊന്നുമില്ല, വീണ്ടും പുനർജനിക്കുകയാണ്. നരകത്തിലെ അവസ്ഥ അങ്ങനെയാണ്. ഒമൻ തഹസാ സുമ്മൻ ഇനി ഒരാൾ ആരൊരുത്തൻ വിഷം, സുമ്മ് വിഷം രുചിച്ചുവോ, വിഷം കഴിച്ചുവോ, ഫഖതല നഫ്സഹു എന്നിട്ട് സ്വയം ആത്മഹത്യ ചെയ്തു, ഫസുമ്മുഹു ഫി യദിഹി എങ്കിൽ അവൻ്റെ കയ്യിൽ അവൻ്റെ വിഷമുണ്ടാകും. അത് യതഹസ്സാഹു ഫി നാരി ജഹന്നമ നരകാഗ്നിയിൽ അവൻ അത് കഴിച്ചുകൊണ്ടേയിരിക്കും, ആ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദ എന്നേക്കുമായിട്ട്. വമൻ ഖതല നഫ്സഹു ബി ഹദീദത്തിൻ ആരൊരുത്തൻ ഒരു ഇരുമ്പ് ആയുധം കൊണ്ട് സ്വയം വധിച്ചുവോ, ആത്മഹത്യ ചെയ്തുവോ, ഫഹദീദത്തുഹു ഫി യദിഹി അപ്പോൾ അവൻ്റെ കയ്യിൽ അവൻ്റെ ഹദീദത്ത് ഇരുമ്പ് ആയുധമുണ്ടായിരിക്കും പരലോകത്ത് വെച്ച്. യജഉ ബിഹാ ഫി ബത്നിഹി അവൻ്റെ വയറ്റിൽ അവൻ കുത്തിക്കൊണ്ടേയിരിക്കും. ഫിനാരി ജഹന്നമ നരകാഗ്നിയിൽ ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദ എന്നേക്കുമായി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആത്മഹത്യ എന്ന പാപം പൊറുത്തിട്ടില്ലെങ്കിലാണ്. അതേപോലെ ഈമാനോടുകൂടി അല്ല അവൻ മരിച്ചതെങ്കിൽ അവൻ ശാശ്വതമായ നരകാവകാശി തന്നെയായിരിക്കും. ഈമാനോടുകൂടിയാണ് മരിച്ചത് എങ്കിൽ അവന് അള്ളാഹു പൊറുത്തിട്ടില്ലെങ്കിൽ നിശ്ചിതമായ ശിക്ഷ ആത്മഹത്യക്ക് നരകത്തിൽ ലഭിച്ച ശേഷം മാത്രമേ അവൻ സ്വർഗപ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റൊരു ഹദീസ്, മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഫിദ്ദുനിയ ദുനിയാവിൽ ആരെങ്കിലും എന്തെങ്കിലും സാധനം കൊണ്ട് സ്വയം വധിച്ചാൽ ഉദ്ദിബ ബിഹി യൗമൽ ഖിയാമ അതുകൊണ്ട് തന്നെ അവൻ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും എന്ന്. ഇനി ഹദീസ് 3 അൻ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ഖാല ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഉത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി റജുലിൻ ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കൊണ്ടുവരപ്പെട്ടു. ഖതല നഫ്സഹു സ്വയം മരിച്ച, ആത്മഹത്യ ചെയ്തൊരു വ്യക്തി, ബി മഷാഖിസ ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട്. ഫലം യുസല്ലി അലൈഹി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ജനാസ നിസ്കരിച്ചില്ല. അത് സഹാബാക്ക്, മുസ്ലിങ്ങൾക്ക് ആത്മഹത്യയുടെ ഗൗരവം ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കരിക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ സഹാബാക്കളോട് ജനാസ നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അൻ സാബിത്ത് ബിൻ അൽദഹാഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ്, ലഅനുൽ മുഅ്മിനി കഖത്ലിഹി മുഅ്മിനെ സത്യവിശ്വാസിയെ ശപിക്കുക എന്നത് അവനെ വധിക്കുന്നത് പോലെയാണ്. വമൻ കഫറ മുഅ്മിനൻ ഫഹുവ കഖത്ലിഹി ഇനി ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ കാഫിറാക്കിയാൽ, കാഫിർ എന്ന് വിളിച്ചാൽ, കാഫിറായി പ്രഖ്യാപിച്ചാൽ അത് അവനെ കൊല്ലുന്നത് പോലെയാണ്. വമൻ ഖതല നഫ്സഹു ബിശൈഇൻ ആരൊരുത്തൻ ഒരു വസ്തു കൊണ്ട് സ്വയം വധിച്ചാൽ, ആത്മഹത്യ ചെയ്താൽ, ഉദ്ദിബ ബിഹി യൗമൽ ഖിയാമ അതുകൊണ്ട് അവൻ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഹദീസ് 5 അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ യഖ്ലുഖു നഫ്സഹു ആരൊരുത്തൻ ശ്വാസം മുട്ടിക്കുന്നുവോ, സ്വയം ശ്വാസം മുട്ടിച്ച് ചാകുക, യഖ്ലുഖുഹാ ഫിന്നാർ അവൻ നരകത്തിൽ ശ്വാസം മുട്ടിക്കും, സ്വയം ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ കെട്ടി തൂങ്ങി ചാകുക, അത് ശ്വാസം മുട്ടി
ചാവുകളാണ്. അപ്പോൾ കെട്ടിത്തൂങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യാണ്, അത് കരുതിൽപ്പെടും. വല്ലതി പിന്നെ ആരൊരുത്തൻ കുത്തിക്കൊല്ലുന്നുവോ സ്വയം, എങ്കിൽ അവൻ സ്വയം കുത്തിക്കൊന്നുകൊണ്ടിരിക്കും നരകത്തിൽ. ഹദീസ് 6 അൻ ജുന്ദുബ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ഫീമൻ ഖബ്ലക്കും റജുലുൻ ബിഹി ജുർഹൻ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉമ്മത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാൾക്കൊരു മുറിവ് ഏറ്റു. ഫജസിഅ, അപ്പോൾ വളരെ വിഷമായി, പ്രയാസമായി. ഫഅഖദ സിക്കീനൻ, അപ്പോൾ അയാൾ ഒരു കത്തി എടുത്തു. ഫഹസ്സ, എന്നിട്ട് ആ കത്തി കൊണ്ട് മുറിച്ചു. ബിഹ, അതുകൊണ്ട് യദഹു, അയാളുടെ കൈ. ഫമാ റഖഅ ഹത്താ മാത, അയാൾ മരിക്കുവോളം രക്തം അത് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് നിന്നില്ല, രക്തം വാർന്ന് അയാൾ മരിച്ചു എന്നർത്ഥം. ഖാല അല്ലാഹു തആല പറഞ്ഞു ആ വ്യക്തിയുടെ വിഷയത്തിൽ, ബാദറനി അബ്ദി ബിനഫ്സി, എൻ്റെ ദാസൻ അയാളുടെ നഫ്സിൻ്റെ വിഷയത്തിൽ എന്നെക്കാൾ ധൃതി കൂട്ടിയിരിക്കുന്നു, അയാൾ സ്വന്തം കാര്യത്തിൽ എന്നേക്കാൾ ധൃതി കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അയാൾ എന്ത് ചെയ്യുന്നു, സ്വയം മരണം തിരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു മരിപ്പിച്ചു തന്നെയാണ്. ഹറംതു അലൈഹി അൽ ജന്ന, ഞാൻ അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞായിട്ടുള്ള ഹദീസ് കാണാം. ഹദീസ് നമ്പർ 7 അൻ സഹ്ലിൻ അന്ന റജുലൻ മിൻ അഅ്ളമിൽ മുസ്ലിമീന ഗനാഅൻ അനിൽ മുസ്ലിമീന ഫി ഗസ്വത്തിൻ ഗസഹാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് മുസ്ലിങ്ങൾക്ക് നല്ല ഉപകാരം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശത്രുനിരയിൽ ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തി ശത്രുക്കളെ വധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ഫനദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മൻ അഹബ്ബ അൻ യൻദുറ ഇല റജുലി മിൻ അഹ്ലി നാരി ഫൽയൻദുർ ഇല ഹാദാ, ആരൊരുത്തൻ ഒരു നരക അവകാശിയെ കാണണമെന്നുണ്ടോ ഈ വ്യക്തിയെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. മുസ്ലിം പക്ഷത്തിൽ നിന്ന് ശത്രു നിരയിൽ ഉള്ള ആളുകളെ വധിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നത്. ഫത്തബഅഹു റജുലുൻ മിനൽ ഖൗം, അപ്പോൾ നബി അങ്ങനെ പറഞ്ഞപ്പോൾ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ അയാളെ പിന്തുടർന്നു. വഹുവ അലാ തിൽക്കൽ ഹാൽ മിൻ അശദ്ദിൻ നാസി അലൽ മുശ്രിക്കീൻ, സത്യനിഷേധികൾക്കെതിരെയും ബഹുദൈവവിശ്വാസികൾക്ക് നേരെ ശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വ്യക്തി. ഹത്താ ജുരിഹ, അങ്ങനെ അയാൾക്ക് മുറിവേൽക്കുന്നത് വരെ, അതുവരെ അയാൾക്ക് മുറിവേറ്റില്ല. മുറിവേറ്റപ്പോൾ ഫസ്തഅജലൽ മൗത, അയാൾ മരണം പെട്ടെന്ന് തേടി എന്ന് പറഞ്ഞാൽ സ്വയം മരിക്കാൻ തീരുമാനിച്ചു. ഫജഅല ദുബാബത സൈഫിഹി, അയാളുടെ വാളിൻ്റെ അറ്റം തുമ്പ് അത് വെച്ചു. ബൈന സദിയൈഹി, അയാളുടെ രണ്ട് മുലകൾക്കിടയിൽ. ഹത്താ ഖറജ മിൻ ബൈനി കതിഫൈഹി, എന്നിട്ട് അത് അയാളുടെ തോളലുകൾക്ക് പിന്നെ ആ ഭാഗത്തേക്ക് പുറത്തേക്ക് വരുന്നത് വരെ. ഫഅഖ്ബല റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഇത് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം കേട്ട വ്യക്തി സ്വഹാബി മുന്നോട്ട് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത്. ഫഖാൽ, മുസ്ലിം പെട്ടെന്ന്, എന്നിട്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിശ്ചയം അള്ളാഹുവിൻ്റെ റസൂലാണ് താങ്കൾ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, അമാദാ കഥെന്താ? കാല ഖുൽതു ലിഫുലാൻ ഇന്നാലിന്ന വ്യക്തിയോട് താങ്കൾ പറഞ്ഞല്ലോ, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലി നാർ ഫൽയൻദുർ ഇലൈഹി, ആരൊരുത്തൻ ഒരു നരകാവകാശിയായ വ്യക്തിയെ കാണണോ അവൻ ഇയാളിലേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നല്ലോ. വക്കാന മിൻ അഅ്ളമിനാ ഗനാഅൻ അനിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് ധാരാളം ഉപകാരം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ശത്രുനിരയിൽ ധാരാളം നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന ആളാണ് അയാൾ. ഫഅറഫ്തു അന്നഹു ലാ യമൂതു അലാ ദാലിക്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾ മരിക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സത്യനിഷേധിയായിട്ട് മരിക്കുകയില്ല, അല്ലെങ്കിൽ അയാൾ മോശമായൊരവസ്ഥയിൽ മരിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഫലമാജൂരിഹ, പക്ഷേ അയാൾക്ക് മുറിവേറ്റപ്പോൾ ഇസ്തഅജലൽ മൗത, മരണത്തെ പെട്ടെന്ന് തേടി വേഗം മരിക്കാൻ ശ്രമിച്ചു. ഫഖതല നഫ്സഹ, അങ്ങനെ സ്വയം അയാൾ ആത്മഹത്യ ചെയ്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻദ ദാലിക, അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊരു വചനം പറഞ്ഞു, ഇത് ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൻ നാർ, ഒരു വ്യക്തി നരകക്കാരുടെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, പക്ഷേ അയാൾ സ്വർഗ്ഗക്കാരിൽപ്പെട്ട ആളായിരിക്കും. പറഞ്ഞാൽ അവസാന സമയത്ത് അയാൾ സ്വർഗ്ഗക്കാരുടെ പ്രവൃത്തി ചെയ്ത് ഈമാൻ കിട്ടി മരിക്കും. അങ്ങനെ ചിലരുണ്ട്. വയഅമലു അമല അഹ്ലിൽ ജന്ന, ഇനി അങ്ങനെ എന്ത് ചെയ്യും? മറ്റൊരാളെ സ്വർഗ്ഗക്കാരുടെ പ്രവർത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും.
വൈന്നഹു മിൻ അഹ്ലിന്നാർ, പക്ഷേ അയാൾ നരകക്കാരിൽപ്പെട്ട ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ അയാൾ അവസാന ഘട്ടത്തിൽ ഈമാൻ നഷ്ടപ്പെട്ട് അയാൾ എന്ത് ചെയ്യും, നരകക്കാരുടെ പ്രവൃത്തി ചെയ്ത് അയാളുടെ വിശ്വാസം തെറ്റി അഖീദ മാറി അയാൾ നരകക്കാരനായി മാറും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, കർമ്മങ്ങളെ പരിഗണിക്കുന്നത് അതിൻ്റെ അവസാനം നോക്കിയിട്ടാണ്, അന്ത്യം. അതായത് ഒരാൾ അവസാന ഘട്ടത്തിലെ നിലപാട് എന്താണ് എന്നാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ആരെയും നിസ്സാരമാക്കേണ്ട, നമ്മളാരും സ്വയം പൊങ്ങും വേണ്ട. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, അവസാന നിമിഷം എന്താണെന്ന് അറിയില്ല. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജാബിർ അന്ന തുഫൈൽ ബിൻ അംർ അദ്ദൗസി അത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ റസൂലല്ലാഹ്. ജാബിർ റളിയല്ലാഹു പറയാം, തുഫൈൽ ബിൻ അംർ അദ്ദൗസി എന്ന സ്വഹാബി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഹൽ ലക ഫീ ഹിസ്നിൻ ഹസീൻ വമന, താങ്കൾക്ക് പ്രൊട്ടക്ഷനും നല്ല സുരക്ഷിതമായ ഹിസുൻ കോട്ടയും വേണമോ എന്ന്. പ്രൊട്ടക്ഷൻ മദീനയിൽ വന്നപ്പോൾ പറഞ്ഞതാണ്. ആര്? ഈ സ്വഹാബി തുഫൈൽ എന്ന സ്വഹാബി. ഖാല ഫഅബാ ദാലിക, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഖാല ഹിസ്നുൻ കാന ലിദൗസിൻ ഫിൽ ജാഹിലിയ. ദൗസ് ഗോത്രക്കാരനാണ് തുഫൈൽ സ്വഹാബി. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് ദൗസ് ഗോത്രത്തിന് ഒരു കോട്ടയുണ്ടായിരുന്നു അവിടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാം എന്നുള്ള നിലക്കാണ് ചോദിച്ചത്. ഫഅബാ ദാലിക, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിസമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലദീ ദഖറല്ലാഹു ലിൽ അൻസാരി, കാരണം അൻസാറുകൾക്ക് അള്ളാഹു റിസർവ് ചെയ്ത് വെച്ചതാണ് നബിയുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, നബിക്ക് ആവശ്യമായ കാര്യങ്ങൾ. അവിടെ ഹിജറ ചെയ്തു വന്ന നബിക്ക്, മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന നബിക്ക് മദീനക്കാരായ അൻസാരികളായ സ്വഹാബികൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ഫലമ്മ ഹാജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തി, അങ്ങനെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയപ്പോൾ ഹാജറ ഇലൈഹി തുഫൈൽ ബിൻ അംറും അവിടേക്ക് ഹിജറ പോയി, മദീനയിലേക്ക്. വഹാജറ മഅഹു റജുലുൻ മിൻ ഖൗമിഹി, അങ്ങനെ അയാളുടെ, അതായത് ദൗസ് ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ മദീനയിലേക്ക് ഹിജറ പോയി. അങ്ങനെ ഫജ്തവോ അൽ മദീന, മദീനയിലെ അന്തരീക്ഷം, ക്ലൈമറ്റ് അവർക്ക് പിടിച്ചില്ല. ഫമരിള, അങ്ങനെ അയാൾ രോഗിയായി, ഈ കൂടെ വന്ന ആൾ രോഗിയായി. ഫജസിയ, അങ്ങനെ അയാൾ രോഗിയായി വിഷമിച്ചു. അപ്പോൾ പ്രയാസപ്പെട്ടപ്പോൾ അഹദ മഷാഖിസൻ ലഹു, അയാളുടെ മൂർച്ചയുള്ള ഒരു ആയുധം എടുത്തു. എന്നിട്ട് ആര്? ഈ തുഫൈൽ എന്നവരല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന വ്യക്തി സ്വഹാബി. ഫഖതഅ ബിഹാ ബറാജിമഹു, അങ്ങനെ അയാളുടെ വിരലുകൾ അയാൾ മുറിച്ചു, ഞരമ്പ് മുറിച്ചു എന്ന് പറയാം. ഫശഖബത് യദാഹു, അങ്ങനെ അയാളുടെ രണ്ട് കൈകളിൽ നിന്നും രക്തം വാർന്നു. അങ്ങനെ രക്തം വാർന്ന അയാൾ മരിച്ചു. ഹത്താമാത്ത അയാൾ മരിക്കുന്നതിന്. ഫറഅഹു തുഫൈൽ ബിൻ അംർ ഫി മനാമിഹി, അങ്ങനെ ഈ തുഫൈൽ ബിൻ അംർ എന്ന സ്വഹാബി സ്വപ്നത്തിൽ ഈ ആത്മഹത്യ ചെയ്ത സ്വഹാബിയെ കണ്ടു. അങ്ങനെ ഫറആഹു വഹൈഅതുഹു ഹസനത്തുൻ, അദ്ദേഹം നല്ല അവസ്ഥയിലായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഇങ്ങനെ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണല്ലോ, പക്ഷേ നല്ല അവസ്ഥയിലാണ് കണ്ടത്. വറആഹു മുഗദ്ദിയൻ യദൈഹി, പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും അദ്ദേഹം ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്, കൈമ ബാൻഡേജ് ഉള്ളവായി ഒരു സാധനം പൊതിഞ്ഞിട്ടുണ്ട്. ഫഖാല ലഹു, അപ്പോൾ തുഫൈൽ സ്വപ്നത്തിലാണല്ലോ, തുഫൈൽ എന്ന വ്യക്തി ചോദിച്ചു, സ്വഹാബി ചോദിച്ചു, മാ സ്വനാബിക് റബ്ബുക്ക്, അങ്ങയുടെ റബ്ബ് അങ്ങയോട് എങ്ങനെയാണ് പെരുമാറിയത്? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗഫറ ലീ ബി ഹിജ്റത്തി ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഹിജ്റ പോയത് കാരണം ഹിജ്റയുടെ പുണ്യം കൊണ്ട് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നു. എൻ്റെ ഈ ആത്മഹത്യ ഉൾപ്പെടെയുള്ള പാപങ്ങൾ എനിക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. ഫഖാല മാലി അറാക മുഅത്തിയൻ യദൈക്, പക്ഷേ ഞാൻ താങ്കളെ രണ്ട് കൈകളും മൂടിയിട്ടാണല്ലോ കാണുന്നത്. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖീലലി, എന്നോട് പറയപ്പെട്ടു, ലൻ നുസ്ലിഹ മിൻക മാ അഫ്സത്ത, നീ കേടാക്കിയത് നാം ശരിയാക്കൂല എന്ന് എന്നോട് പറയപ്പെട്ടു. അപ്പോൾ നീയല്ലേ ഇത് കേടാക്കിയത്, കൈ മുറിച്ചത്, അപ്പോൾ അത് നന്നാക്കൂല എന്ന്, നാം നന്നാക്കൂല എന്ന് അയാളോട് പറയപ്പെട്ടു എന്ന് അദ്ദേഹത്തോട്. ഫഖസ്സഹ തുഫൈൽ അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തുഫൈൽ എന്നവർ ഈ സ്വപ്നം കണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വപ്നകഥ പറഞ്ഞു കൊടുത്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ വലി യദൈഹി ഫഗ്ഫിർ, അല്ലാഹുവേ അയാളുടെ കൈകൾക്കും രണ്ട് കൈകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് വേണ്ടി, ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആത്മഹത്യ ചെയ്ത വ്യക്തിക്കും മയ്യത്ത് നിസ്കരിക്കാമെന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും അവന്
മഗ്ഫിറത്തിന് സാധ്യത ഉണ്ട് എന്നും മനസ്സിലാക്കാം. പക്ഷേ ആത്മഹത്യ വൻ കുറ്റമാണ്. നിന്ന് അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾ ശ്രദ്ധിക്കണം എന്നതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മറ്റൊരു ഹദീസ്, അൽ ഖാതിലു നഫ്സഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദ. സ്വയം കൊന്നവൻ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തവൻ നരകാഗ്നിയിൽ ശാശ്വതമായി കഴിയേണ്ടി വരും എന്ന്. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യനാണല്ലോ, മനുഷ്യന് പല പ്രയാസങ്ങൾ, ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത അത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോഴും മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കരുത് എന്നാണ്. എന്നാൽ മരിച്ചെങ്കിൽ ചിലപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് പിടിച്ചു നിർത്താൻ ചിലപ്പോൾ കഴിയില്ല. മരിച്ചെങ്കിൽ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ അങ്ങനെ സംജാതമായാൽ എന്ത് ചെയ്യണം എന്നതാണ് ഈ ഹദീസിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത ലിദുർരിൻ നസല ബിഹി. നിങ്ങൾക്കുണ്ടായ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി കാരണമായിട്ട് നിങ്ങൾ ഒരിക്കലും മരണത്തെ കുതിക്കരുത്. ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയം ഫല്യഖുൽ. ഇനി ഒരാൾക്ക് മരണത്തെ കൊതിച്ചേ തീരൂ, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് എങ്കിൽ അവൻ ഇങ്ങനെ പറയട്ടെ, മരിപ്പിക്കുക എന്ന് പറയരുത്. അല്ലാഹുമ്മ അല്ലാഹുവേ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ. ജീവിതം ഉത്തമമാകുന്ന കാലത്തോളം എന്നെ നീ ജീവിപ്പിക്കണേ. വതവഫനി, എന്നെ നീ മരിപ്പിക്കണേ. ഇതാ കാലത്തിൽ വഫാത്തു ഖൈറൻ ലീ, എനിക്ക് വഫാത്ത് മരണം ഖൈറാണെങ്കിൽ. അപ്പോൾ എന്താണ് പ്രാർത്ഥന? എന്നിട്ട് വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ എന്നും കൂടി ചില റിപ്പോർട്ടുകളിൽ കാണാം. വജ്അലിൽ ഹയാത, ഹയാത്ത് ജീവിതത്തെ എനിക്ക് നീ ആക്കണേ, സിയാദത്തൻ ലി എനിക്ക് വർധനവാക്കണേ, ഫീ കുല്ലി ഖൈർ എല്ലാ നന്മയിലും. വജ്അലിൽ മൗത മരണത്തെ നീ ആക്കണേ, റാഹത്തൻ ലി എനിക്ക് റാഹത്താക്കണേ, മിൻ കുല്ലി ശർ എല്ലാ തിന്മയിൽ നിന്നും മുക്തി ആക്കണേ മരണത്തെ, ജീവിതത്തെ എല്ലാ നന്മയിലും വർധനവിന് ആക്കണേ എന്ന്. അപ്പോൾ ഇതാണ് ഒരാൾക്ക് മരിച്ചെങ്കിൽ എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി മാ കാനത്തിൽ ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ എന്ന്. വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ എന്ന്.